ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നാണെങ്കിലേ ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. റേഷനരി വെച്ചിട്ട് ഒരു മസാലച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. റേഷനരി വെച്ചിട്ട് ബിരിയാണി, എഗ്ഗ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതേ കണക്ക് ഒരു വെജിറ്റബിളും എഗ്ഗും ചേർത്തിട്ടുള്ള ഒരു ചോറാണ് കാണിക്കുന്നത്. ഇപ്പം സ്കൂളിലേക്കൊക്കെ പെട്ടെന്നൊരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനെന്തെങ്കിൽ അരിയൊക്കെ ഇടാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിനകത്തോട്ട് ഒരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും ഒരു ഏലക്കയൊക്കെ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിനകത്തോട്ട് നന്നായിട്ട് കഴുകിയെടുത്ത റേഷനരി ഉണ്ടല്ലേ, വെള്ള കളറിലെ റേഷനരി, ആ അരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഗ്ലാസ് അരി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് തീയരിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഒരു 15 മിനിറ്റ് മതിയേ ഈ അരി വേവാൻ. പിന്നെ കുറച്ച് വെജിറ്റബിൾ വേണം. ഇപ്പോൾ ഈ വെജിറ്റബിളൊക്കെ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിളുകളാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ബീൻസോ ക്യാരറ്റോ അതേ കോളിഫ്ലവറോ പിന്നെന്താ ഇല്ല ഗ്രീൻ പീസോ അങ്ങനെ അതെല്ലാം ചേർക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം എൻ്റെ കൈ ഉണ്ടത് കൊണ്ട് ഞാൻ എടുത്തതാണ്. നിങ്ങൾ ഇപ്പോൾ ക്യാപ്സിക്കം ഇല്ല എന്ന് വെച്ചിട്ട് ഈ ചോറ് വെക്കാതിരിക്കേണ്ട കേട്ടോ. ബീൻസ് ഇല്ലേലും ക്യാരറ്റ് ഇല്ലേലും ഈ ചോറ് വെക്കാൻ പറ്റും. സവാളയും ചുമന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ ചേർത്താലും ബാക്കി മസാലകളും ചേർത്താൽ ഈ ചോറ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റും ബീൻസും ഉള്ളത് കാരണം ഞാൻ ഇത് എടുത്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പം ക്യാരറ്റും ബീൻസും ഇല്ലായിരുന്നു. അതിനകത്ത് ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് മാത്രമാണ് വെച്ചത് കേട്ടോ. അത് കാരണം പിന്നെ നിങ്ങളെ കാണിക്കാഞ്ഞത്. അന്ന് മോള് ചോദിച്ചതാണ് എന്താ അമ്മ വീഡിയോ എടുക്കാഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് വെജിറ്റബിളൊന്നും ഇല്ല, അത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞെന്ന്. ഇന്നിപ്പോൾ ഇതെല്ലാം കയ്യിലുണ്ടായ കാരണം ഞാൻ വിചാരിച്ച് നിങ്ങളെ ഇവിടെ കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇന്ന് ചേട്ടന് ചോറ് കൊണ്ടുപോകണ്ട. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് കണക്കുള്ള തട്ടിക്കൂട്ട് ചോറുകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ട. ഈ ഒരു ചോറും ഒരു പപ്പടവും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പറാണ് സദ്യ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് വെജിറ്റബിളായിട്ട് ക്യാരറ്റും ഒരു 4 ബീൻസും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെന്താ പച്ചമുളക്, ഒരു തക്കാളി, ഇത്രയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ്. ആ ചോറിനകത്ത് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം ഈ ചോറ് വെക്കുമ്പോഴെല്ലാം ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സോയ ചങ്ക്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് സോയ ചങ്ക്സൊക്കെ ചേർക്കാം, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ സോയ ചങ്ക്സ് ഒന്നും എൻ്റെ കയ്യിലില്ല, അത് കാരണം പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തത് കേട്ടോ. ഇനി ഈ വൃത്തിയാക്കിയെടുത്ത വെജിറ്റബിളൊക്കെ നമുക്കൊനി ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പീലറിനെ കണ്ടോ? ഈ പീലർ എൻ്റെ കൂടെ കൂടിയിട്ടേ ഒരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോളുടെ മൂത്താളുടെ മുടി എടുക്കാൻ പളനിക്ക് പോയപ്പോൾ വാങ്ങിയതാണ്. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കാമെന്ന്. പുതിയത് മേടിച്ചത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്നാലും ചില സാധനങ്ങളുണ്ടല്ലേ നമ്മളുടെ കൂടെ കൂടിയാൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതൊന്ന്. അങ്ങനൊരു സാധനമാണ് എൻ്റെ ഈ പീലർ. ഇപ്പോഴും 15 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതുവരെ ആ ബ്ലേഡിൻ്റെ മൂർച്ച പോവുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല, എനിക്ക് എൻ്റെ കൈക്ക് നന്നായിട്ട് വഴങ്ങുന്നെന്ന് പറയത്തില്ലേ ചിലവരൊക്കെ, അങ്ങനെ വഴങ്ങുന്ന ഒരെണ്ണമാണ് ഈ പീലർ. അപ്പം നമ്മുടെ പീലറ കഥയൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ വൃത്തിയാക്കിയെടുത്ത വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ബീൻസ് ഉണ്ടല്ലേ, നമ്മൾ തോരനരി എന്നാണ് കല്ലരിയേണ്ടത്. ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിപ്പം വലിപ്പം കൂടിയും കുറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം ഞാൻ ഒരു ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതേ കണക്ക് തന്നെ നമ്മൾ ക്യാരറ്റ് ഉണ്ടല്ലേ, ക്യാരറ്റും നമുക്ക് അതേ കണക്ക് തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയെടുക്കാം. ചിലവർ അത് നീളത്തിൽ അരിഞ്ഞിടുന്നത് കാണാം. ഞാനാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അത് കണക്ക് ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചിലർക്ക് ഗ്യാസിനൊക്കെ പറ്റത്തില്ല എന്ന് പറയും. അത് കാരണം
ആവശ്യമുള്ളവർ ചേർത്താൽ മതി. അത് കണക്ക് തന്നെ ക്യാപ്സിക്കവും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിൽ ചേർക്കുന്നത് സവാളയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ മീഡിയം ടൈപ്പിലുള്ള 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഇത് കുനുകുനാ അരിയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയെടുത്താൽ മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വേണം, ഒരു 2 കഷ്ണം ഇഞ്ചിയും വേണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടികല്ലിയിട്ട് ഇടിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലോ മതി. പക്ഷേ എനിക്ക് ഇടികല്ല് കഴുകാനുള്ള മടി കാരണം ഞാൻ ഈ കട്ടിംഗ് ബോർഡിൻ്റെ അറ്റത്തോട്ട് വെച്ച് ഇടിക്കുന്ന കുഴവി വെച്ച് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതെന്തായാലും കട്ടിംഗ് ബോർഡ് കഴുകണം. അപ്പോൾ പിന്നെ ഇതും കൂടെ അങ്ങ് ഇടിച്ചെടുത്തിട്ട് അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞ സമയമായിട്ടുള്ള ഒരു 15 മിനിറ്റ് ആയി കാണുമെന്ന് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് അരിയെല്ലാം വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പരുവത്തിൽ വേണം എടുക്കാൻ. എന്നുവെച്ചാൽ ഒരു മുക്കാൽ വേവ്, ഫുള്ളായിട്ട് വേവരുത്. അരി കുഴഞ്ഞു പോകാൻ പാടില്ല, ഒട്ടിപ്പിടിക്കാനും പാടില്ല. അങ്ങനെ ഒട്ടിപ്പിടിക്കുമെന്ന് ഉണ്ടെങ്കിൽ ഒരു നാരങ്ങാനീര് ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല, എണ്ണയും നാരങ്ങാനീരും ഒന്നും ചേർത്തിട്ടില്ല. കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതേ കണക്കൊരു ഊട്ടപ്പാത്രത്തിലോ അല്ലാതെ എന്തെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ട് ഊറ്റിയെടുക്കുന്നതാണ് നല്ലത്. കലത്തിൽ തന്നെ അടച്ചിടുകയാണെങ്കിൽ അതിങ്ങനെ ഉണ്ട പോലെ കെട്ടിപ്പിടിക്കും കേട്ടോ. കെട്ടിപ്പിടിക്കുകയല്ല, ഒട്ടിപ്പിടിക്കും. സോറി കേട്ടോ. അപ്പം ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. പാല് മേടിക്കുന്നതിനകത്ത് വെണ്ണയല്ല പാട എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കുക്കറിനകത്താണ് ഇന്ന് ഈ ചോറ് വെക്കുന്നത്. അതിനായിട്ട് കുക്കറിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഈ ചോറ് വെക്കാനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി സ്പൈസസ് ഒക്കെ ഇടുന്നുണ്ട്. 2 കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പൂവും 2-3 ഏലക്കയും ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് അതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലേ, അതും കൂടെ ഇനി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരാൻ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പം വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പ് ഫുള്ളായിട്ട് ഇതിനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ചില കാര്യങ്ങളുണ്ടല്ലേ നമ്മളിങ്ങനെ ആസ്വദിച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അതേ കണക്കാണ്. ഞാൻ ഈ ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം മറന്നു. അത് കാരണം ഞാൻ ഇപ്പോഴും വെജിറ്റബിൾ തട്ടിയിട്ടപ്പം അത് ഓണാക്കാൻ മറന്നുപോയി. അങ്ങനെ അങ്ങ് ആസ്വദിച്ച് നിന്നങ്ങ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ. ചിലപ്പോൾ നമ്മൾ ആ ഒരു ജോലിയിൽ മുഴുകി നിന്ന് പോകുമ്പം മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങ് മറന്നു. അതേ കണക്കാണേ ഇപ്പോൾ എനിക്ക് സംഭവിച്ചത്. ആ വെജിറ്റബിൾ തട്ടിയിട്ടപ്പോഴേ മറന്നുപോയി. ക്യാപ്സിക്കം ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിളും ഞാൻ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരിച്ചിരി നേരം അതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. എന്നിട്ട് ഞാനെന്തെങ്കിൽ ഇതിനകത്ത് ചേർക്കുന്ന പൊടികളെ, ഇത് മല്ലിപ്പൊടിയാണേ, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല, ഒരു തുള്ളി പോലും മുളക് പൊടി ചേർത്തിട്ടില്ല. കുരുമുളക് പൊടിയാണ് ബാക്കി ചേർക്കുന്നത്. ഇതാണെങ്കിൽ ഇപ്പോൾ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ കൊച്ചു സ്പൂൺ, 1/2 സ്പൂണിൻ്റെ സ്പൂൺ ആദ്യം കിടക്കുന്നത്, അത് കാരണമാണ് 4 വട്ടമായിട്ട് ഇട്ടത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടി ഇടുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ പൊടികളായിട്ട്. ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു മോയ്സ്ചറിനായിട്ട് ഒരു തക്കാളിയുടെ ടേസ്റ്റ് പുളി തോനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ തൈരൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് തൈരൊന്നും ചേർക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഇച്ചിരി പുളി കൂടിയ തൈരാണ് ഇരിക്കുന്നത്, അത് കാരണം ഞാൻ ചേർക്കാഞ്ഞത്. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു നനവ് കുറവ് പോലെ കാരണം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഒരു അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുന്തിരിങ്ങയില്ല കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ നമുക്കിതിൽ ചേർക്കാം, നമ്മളുടെ മറ്റേ ബിരിയാണി വെക്കുന്ന കണക്ക് തന്നെ. പക്ഷേ ഉള്ളി മൂപ്പിച്ചിടാറില്ല ഞാൻ. ഇപ്പം അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളായിരുന്നു, അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിലേ ഒരു 3 മുട്ടയും കൂടെ ചിക്കിയെടുക്കാം. അപ്പോൾ ഒരു ടേസ്റ്റിനായിട്ട്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെജിറ്റബിൾ മാത്രമാണെങ്കിലും അങ്ങനെയും കഴിക്കാം. അപ്പം എൻ്റെ ഈ മുട്ട ഇരുന്നത് കാരണം ഞാൻ വിചാരിച്ചിട്ട് 3 മുട്ട പൊട്ടിച്ച് അതിൽ ചിക്കി ചേർക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണേ. അതിനാവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം നമുക്ക് കേട്ടോ.
ഇത് നന്നായിട്ട് ചിക്കി പൊരിച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്കാണെങ്കിലേ ദമ്മിടത്തില്ലേ, അപ്പോൾ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതാണ്ട് കുറച്ച് മല്ലിയിലയും ക്യാപ്സിക്കവും കൂടെ ഞാനിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മസാലയെല്ലാം അതോടെ റെഡിയാവും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ മല്ലിയില മസാലയുടെ എല്ലാ സൈഡിലും കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിന് പകുതി മസാല ഞാനിനി മാറ്റുവാണേ. ഇനിയിപ്പോൾ ദമ്മിടാൻ പോവുകയാണേ. അതിനകത്തോട്ട് നമ്മൾ പകുതി മസാല ഇട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ചിരിക്കുന്ന ചോറുണ്ടല്ലേ, അതിൻ്റെ പകുതി ഭാഗം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം അതാണെങ്കിൽ നല്ല ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ടുള്ള ചോറായിട്ടാണ് കിട്ടിയത് കേട്ടോ. ആ പരുവത്തിൽ വേണം ഊറ്റിയെടുക്കാനേ. നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളാണെങ്കിൽ നേരത്തെ കൊത്തിപ്പൊരിച്ച് വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തിട്ട് ഒരു ഇച്ചിരി നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയേ. ബാക്കി മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ സമയത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ തൂവി കൊടുത്താലും മതി കേട്ടോ. നെയ്യ് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ ആ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കാരണമാണേ. പിന്നെ ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന ചോറും കൂടി ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേ നമ്മൾ നേരത്തെ ബാലൻസ് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലേ, മൂപ്പിച്ച് വെച്ചിരുന്ന ബാക്കി അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ബാക്കി വെച്ചിരുന്ന മുട്ടയുണ്ടല്ലേ, അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 7 മിനിറ്റൊക്കെ വെച്ചാൽ മതിയേ. തുറന്നപ്പോൾ നല്ല മണം. അതിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ഗന്ധമാണേ ഇതിന്. നല്ല ആ നെയ്യുടെയും ആ മസാലയുടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ആണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ആ കുക്കറിൽ നിന്ന് ഈ ചരുവത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ടേ. അത് കുഴഞ്ഞു പോകാതിരിക്കാനേ. അതാകുമ്പോൾ ഒരു ഇടുങ്ങിയ പാത്രമല്ലേ, അത് കാരണം ഞാൻ അതിൽ നിന്ന് മാറ്റി ഈ ചരുവത്തിനകത്തോട്ടിട്ട് ഇളക്കി വെച്ചത് കേട്ടോ. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനാണ് പപ്പടം. മക്കൾക്ക് ചോറ് കൊടുത്തു വിടാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ പപ്പടവും കാച്ചി ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നല്ല കുശാലൂണാണേ. ഇതൊരിക്കലെങ്കിലും നിങ്ങൾ വെച്ച് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുമല്ലേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനായിട്ട് വിളമ്പുവാണേ. ബാക്കി രാവിലെ വീഡിയോ എടുത്ത് നിർത്തിയിട്ട് പിന്നെ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ നേരം വിളമ്പുന്നത് കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ എന്താണ്ട് നോക്കേ, ഇപ്പോഴും നല്ല മണത്തോടു കൂടിയിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് എഗ്ഗ് ബിരിയാണിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി അധികം, ഈ ചോറാണെങ്കിൽ ഞാൻ ഇച്ചിരി അധികം കഴിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പപ്പടവും ഒരിച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നുപോകല്ലേ.